റിയാക്ഷൻ ചേർന്ന പേരില്ല. അത് ശ്രദ്ധിക്കുകയും അതിന് വേണ്ട ചുക്കാൻ പിടിക്കുകയും അതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന പോലും ചങ്ങനാശ്ശേരി ബാറിലെ വളരെ അറിയപ്പെടുന്ന ഒരു അഭിഭാഷകനായി തന്നെ എല്ലാ സമയവും വളരെ ആത്മാർത്ഥതയോടുകൂടി നമ്മളോടൊപ്പം സഹകരിക്കുകയും നമുക്ക് വേണ്ടി ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാൻ, അതോടൊപ്പം തന്നെ സഭയുടെ ബഹുമാന്യനായ ശ്രീ മോഹൻ ഇട്ടി അവരുടെ ഇവരെല്ലാവരുടെയും ആത്മമായി സ്വാഗതം. കൺവീനർ ആയിട്ടുള്ള ശ്രീ ശശികുമാർ പാലാപ്പുഴ എല്ലാവരും, എങ്കിൽ പോലും അദ്ദേഹം യാതൊരു മടിയുമില്ലാതെ തന്നെ ആ പരിപാടികളിൽ എല്ലാ ആത്മാർത്ഥമായും സഭയുടെ എല്ലാ കാര്യങ്ങളിലൊക്കെ സജീവമായ പങ്കാളിത്തം തീർച്ചയായിട്ടും ഉണ്ടാകുന്ന കുഞ്ഞുമോൻ അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ പങ്കെടുക്കുന്ന മഹിളാ സമാജം ജനറൽ സെക്രട്ടറി ശ്രീമതി വർഗക്കാരും ഒരുമിച്ച് ജീവിച്ച് സൗഹാർദ്ദപരം പൗരാവകാശങ്ങൾക്ക് വേണ്ടി നടത്തിയ ഐതിഹാസികമായ പോരാട്ടമാണ്. ആ പോരാട്ടങ്ങളിലൂടെയാണ് അദ്ദേഹം പ്രജാസഭയിലെ അംഗമായി മാറിയത് അല്ലേ. അദ്ദേഹം നടത്തിയ സമരവും കാർഷിക മേഖലയിൽ അദ്ദേഹം നടത്തി എന്ന് ശക്തമായി ഭരണാധികാരികളോട് ആക്രോശിച്ചുകൊണ്ട് ദീർഘമായ സമര പോരാട്ടങ്ങൾ, കർഷക തൊഴിലാളി സമരം ഉൾപ്പെടെയുള്ള കാർഷിക മേഖലയിലെ സമരം, വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടിയുള്ള സമരം, പൊതുനിരത്തിലൂടെ സഞ്ചരിക്കുവാനുള്ള സമരം ഉൾപ്പെടെയുള്ള ധാരാളം സമര പോരാട്ടങ്ങൾ നടത്തി ഈ രാജ്യത്തെ മനുഷ്യരെല്ലാം ഏകോദര സഹോദരങ്ങളാണ് എന്ന് ഭരണാധികാരികളോട് വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തിയ ഒരു എന്താ പറയാ നേതാവാണ് മഹാത്മാജി ഗാന്ധി. ഇതൊരു ഐക്യ സമുദായത്തിന്റെ മാത്രം നേതാവാണ് എന്ന് പലരും കരുതുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. ഐക്യ സമുദായത്തിന്റെ മാത്രമല്ല, ഐക്യവും അടിമത്വവും ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം നടത്തിയതോടൊപ്പം തന്നെ പൗരാവകാശങ്ങൾ, രാജ്യത്തെ പൗരന്മാരുടെ ജന്മാവകാശങ്ങൾ, ജനിച്ച മണ്ണിൽ ഉത്തമ പൗരനായിട്ട് മനുഷ്യനായിട്ട് ജീവിക്കുവാനുള്ള അവകാശങ്ങൾ അത് നിഷേധിക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞുള്ള സമരമാണ് നടത്തിയത്. അത് ഒരു ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ വർണ്ണത്തിന്റെ പേരിലോ ജോലിയുടെ പേരിലോ കുലത്തിന്റെ പേരിലോ വേർതിരിവുണ്ടാകാൻ പാടില്ല എന്നാണ് അദ്ദേഹം പൊതുസമൂഹത്തോട് ആജ്ഞാപിച്ചത്. അപ്പൊ കൂടി നമ്മുടെ ഈ പരിപാടികൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ച സ്നേഹത്തോടു കൂടി പറയുവാൻ നമ്മളെ ഇന്ന് വളരെ ആത്മാർത്ഥതയോടുകൂടി